ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ചെയ്യാൻ അതുപോലെ തന്നെ വളരെ ഈസിയാണ്. പ്ലാസ്റ്റിക് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഒപ്പം നമ്മുടെ സാധാ ബീഡ്സും. ഈ പ്ലാസ്റ്റിക് ബീഡ്സ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ എഡ്ജിൽ ഞാൻ എൻ്റെ ടേപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ കൂടെ എല്ലാം പുറത്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ടേപ്പ് നന്നായിട്ട് എന്താ പറയുക, അറ്റത്ത് ഒരു നന്നായിട്ട് ആ എൻ്റെ ടേപ്പ് ഫുൾ നമ്മൾ ആ കമ്പിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എഡ്ജിലൊന്നും വെച്ച് ചുറ്റി വയ്ക്കരുത്, എങ്കിൽ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് കവർ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ചുറ്റിയതിന് ശേഷം ആദ്യം കുറച്ച് സാധാ നമ്മുടെ വൈറ്റ് ബീഡ്സ് കോർത്തെടുക്കുക. നമ്മൾ എത്രയാണോ ആ സെൻറ്റർ മുതൽ എത്ര പോർഷൻ വരെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബാക്കി പോർഷൻ വൈറ്റ് ബീഡ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിലൊന്ന് അല്ലെങ്കിൽ സെൻറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ബീഡ്സ് ആണെങ്കിൽ ആ രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ബീഡ്സ് കൊടുക്കണം. അപ്പോൾ ആദ്യം വൈറ്റ് ബീഡ്സ് ഇതേ സൈഡിലേക്ക് കുറച്ച് കോർത്തെടുക്കുക. വളരെ 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 സിമ്പിളാണ്. പിന്നെ ഞാനിത് സെൻറ്ററിൽ ഫ്ലവർ ബീഡ്സ് വെക്കുമ്പോൾ ഞാനവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഗ്ലൂ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കസ്റ്റമൈസേഷൻ പുറത്ത് കൊടുക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പ്ലാസ്റ്റിക് ബീഡ്സ് അത്രയും ആ ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കോർത്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. പിന്നെ കുറച്ച് ഈ ബീഡ്സിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വലിയ ബീഡ്സ് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള ബീഡ്സ് വേണമെങ്കിൽ ഈ 2mm എന്നുള്ളത് 3mm എടുക്കാം, 4mm എടുക്കാം. തീരെ വലുതായിട്ട് 4mm വേണ്ട, ഒരു 3mm ഒക്കെ വേണമെങ്കിൽ എടുക്കാം. 2mmൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കോർത്ത് ആ ഒരു സൈഡിലേക്ക് ആവശ്യത്തിന് കോർത്ത് വയ്ക്കുക. കണ്ടല്ലോ, ഇത്രയും ഞാനിപ്പോൾ കോർത്തു. ഇനി ഞാൻ അടുത്ത് ഇതുപോലെ നമ്മുടെ ഫ്ലവർ ബീഡ്സ്. ഈ ഫ്ലവർ ബീഡ്സ് ചിലപ്പോൾ നമ്മൾ ഗ്ലൂ കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ മൂവ് ആയിക്കോളും. പക്ഷേ അത് ഹെയറിൽ വെക്കുമ്പോൾ, കാരണം ഇത് നമ്മുടെ ഹെയറിലങ്ങ് ഫുൾ ടച്ച് ചെയ്തല്ലേ ഇരിക്കുന്നത്, അപ്പോഴത് ഇങ്ങനെ ഇളകി നിൽക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കറക്റ്റായിട്ട് അവിടെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പക്ഷേ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത്, കാരണം കസ്റ്റമറിന് തോന്നുന്നുണ്ട് അത് ഇളകിപ്പോകും, അതുകൊണ്ടാണ് ഞാനതങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗ്ലൂ അപ്ലൈ ചെയ്തില്ല എങ്കിൽ അത് ഇളകി വരത്തൊന്നുമില്ല. അത് ഹെയറിൽ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അങ്ങ് ഫിക്സ് ആയിരുന്നോളും. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഒന്ന് വെച്ച് ഫിക്സ് ചെയ്യുക. കണ്ടല്ലോ. ഇനി അടുത്ത് വീണ്ടും കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത്. ഓരോ പ്രാവശ്യം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാൻ. അപ്ലൈ ചെയ്യുമെങ്കിൽ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. അടുത്ത് വീണ്ടും ഒരു പ്ലാസ്റ്റിക് ബീഡ്സ് കൊടുക്കുക. ഇനി അടുത്ത് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഒരു ഫ്ലവർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ആ സെൻറ്ററിൽ നമ്മൾ ഈ ഒരു ഫ്ലവർ ഇപ്പോൾ വൈറ്റ് ബീഡ്സ് കൊടുത്തില്ലേ, അത് ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു ലെവൽ വരെ എന്ത് ചെയ്യണം, നമ്മൾ സാധാ ഈ ഫ്ലവർ ബീഡ്സ് കൊടുക്കാവൂ. ബാക്കി വൈറ്റ് ബീഡ്സ് കൊടുക്കണം. കണ്ടല്ലോ, വീണ്ടും അത് കൊടുത്തു. വീണ്ടും ഒരു വൈറ്റ് ബീഡ്സ്, അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക, വീണ്ടും ബീഡ് കൊടുക്കുക. അങ്ങനെയാണ്. കണ്ടല്ലോ. ഈ ബീഡ്സ് കാണാൻ കുറച്ചും കൂടെ കളർഫുള്ളാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഈ ലൈറ്റിൻ്റെ ഇതിൽ അതിൻ്റെ ഒരു കളർ മാറി നിൽക്കുന്നതാണ്. കുറച്ചുകൂടെ നല്ല ഡാർക്ക് ഇതായിട്ടുള്ള കളറാണ്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഞാൻ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെയ്തുകൊണ്ടാണ് കുറച്ചൊരു 2-3 മിനിറ്റ്സ് എടുത്തത്. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഉണ്ടല്ലോ. ഇനി നോക്കുക, രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആ ഒരു വൈറ്റ് ബീഡ്സ് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെ എന്ത് പറയുക, നമുക്ക് എന്താ പറയണം, ഗ്ലൂ അപ്ലൈ ചെയ്യണം, ബീഡ്സ് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടില്ല. അപ്പോൾ ഒരു ഇതുകൂടെ കൊടുത്തിട്ട് ഒരു ബീഡും കൂടെ കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ പ്ലാസ്റ്റിക് ബീഡ്സ്, സാധാ വൈറ്റ് ബീഡ്സ് കോർത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇനി സാധാ ബാക്കി ബീഡ്സ് ഒന്ന് കോർത്തെടുക്കുക. ഇനി നമ്മൾ ഇനി നോക്കേണ്ടത് ചെയ്ത് നിർത്തുമ്പോഴാണ്. ചെറുത് നിർത്തുമ്പോൾ നമ്മൾ തീരെ എഡ്ജ് വെച്ച് നിർത്തരുത്. നമുക്ക് നമ്മുടെ എൻഡ് ടേപ്പില്ലേ, അതിൻ്റെ ഒരു ആ ലെങ്ത് ഇത്രയും ഒരു അത്യാവശ്യം ഒരു ലെങ്ത് ഗ്യാപ്പിൽ വേണം നമ്മളത് ചെയ്ത് നിർത്താനായിട്ട്. കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ അത് പെട്ടെന്ന് പിള്ളേരൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി വരും കയ്യിൽ. അതുകൊണ്ടാണ്. കണ്ടില്ലേ, ഇത്രയും അത്യാവശ്യം നമ്മളുടെ ആ ഒരു എൻഡ് ടേപ്പ് ഫുൾ കവർ ആവണം അതിലേക്ക്.
ആ കമ്പിയിലേക്ക് ഫുള്ളായി കവറായിരിക്കണം. അപ്പോൾ അത്രയും ഒന്ന് നന്നായിട്ട്, അപ്പോൾ ആകുമ്പോൾ നല്ല കമ്പിയിൽ നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അത്രയും ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയും കാണണം.